അവിടെ ഇറങ്ങിക്കൂടാ അത് കൂടെ അതുവഴി ഇറങ്ങാം. ഇവിടെ ചെറിയ കുഴിയുണ്ടോ? ഇവിടെ നടുക്ക് ഭാഗന്മാര് താർ ചെയ്തിട്ടില്ല. ഓടിക്കുന്ന വേരിയന്റ് ഏതാണ്? ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന ഡീസൽ സിഗ്നേച്ചർ വേരിയന്റ് ആണ്, ആൽക്കസാറിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. നമുക്ക് 3 വേരിയന്റ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രസ്റ്റീജ്, പ്ലാറ്റിനം, സിഗ്നേച്ചർ എന്ന് പറയാൻ. അതിനകത്ത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡീസൽ അല്ലേ? പെട്രോൾ അവൈലബിൾ ആണ്? പെട്രോളും അവൈലബിൾ ആണ്. പെട്രോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് 1.5 TGDA എഞ്ചിനാണ് വരുന്നത്, ടർബോ ഗ്യാസ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. പെട്രോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് നിയർലി ഒരു 160 PS പവറും 253 Nm ടോർക്കും ആണ് വരുന്നത്. ഇതിപ്പോ നമ്മള് 1.5 അല്ലേ? 1.5 CRDI. ഇതിന്റെ പവർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ പവർ വരുമ്പോഴത്തേക്ക് 116 PS പവറും 250 Nm ടോർക്കുമാണ് നമുക്ക് വരുന്നത്. പിന്നെ ഒരു പറയത്തക്ക ഫീച്ചേഴ്സ് ആയിട്ട് അൽക്കസാറിന്റെ പറയത്തക്ക ഫീച്ചേഴ്സ് ആയിട്ട് ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഹ്യുണ്ടായുടെ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പ്രീമിയം കാറ്റഗറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് തൊട്ട് ഇപ്പം ബ്ലൂ ലിങ്ക്, ഇപ്പം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൺറൂഫ്, അലോയ് വീൽസ് എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ടോപ്പ് എൻഡിലേക്കൊക്കെ വരുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് സീറ്റ് വെന്റിലേഷന്റെയും അങ്ങനെയുള്ള ഒരു ഡിഫറൻസസ് മാത്രമേ ഇത് മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. കാരണം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ബേസിലോ ഇതിനകത്ത് ഇൻഫർടൈൻമെന്റ് ഇല്ല, അല്ലെങ്കിൽ സ്പീക്കേഴ്സ് ഇല്ല, സൺറൂഫ് ഇല്ല, ഒരു മെയിൻ കൺസേൺ ആണ്. ഇത് വരുമ്പോൾ നമുക്കൊരു പ്രൈസിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20.53 lakhs ടു 26.63 വരെയാണ് നമുക്കൊരു പ്രൈസിങ് വരുന്നത്. ഓൺ റോഡ് പ്രൈസിങ് ആണ് നമുക്ക് വരുന്നത്. സോ ഒരു കസ്റ്റമേഴ്സിന് ആ ഒരു റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 7 സീറ്റർ ആണ്. എന്നാൽ ഇതിനകത്ത് വേണ്ടുന്ന ഫീച്ചേഴ്സ് ഇപ്പം സീറ്റ് വെന്റിലേഷൻ ഒക്കെ മസ്റ്റ് ആയിട്ട് വേണം എന്നുള്ള കസ്റ്റമേഴ്സിന് മാത്രം ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് പോയാൽ മതി. സോ അങ്ങനെ കുറച്ചൊന്ന് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കാതെ വേണ്ടുന്നത് മാത്രം അത്യാവശ്യം ഒരു പ്രീമിയം ലക്ഷറി കാറ്റഗറിയിൽ തന്നെയാണ് കമ്പനി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കേന്ദ്രം ക്രെറ്റ എന്നുള്ളൊരു അപ്ഗ്രേഡ് ആയിട്ടാണോ? അതെ അതെ. ഇപ്പം ക്രെറ്റ ഇപ്പം ഹ്യുണ്ടായെ സംബന്ധിച്ചിടത്തോളം പല കസ്റ്റമേഴ്സിനുള്ള ഒരു കൺസേൺ 7 സീറ്റർ വെഹിക്കിൾ ഇല്ല എന്നുള്ള ഇതാണ്. ആക്ച്വലി കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെ ഒരു കൺസേൺ വെച്ചിട്ട് തന്നെയാണ്. കാരണം ഹ്യുണ്ടായുടെ ഒരു 7 സീറ്റർ, പിന്നെ ഇപ്പം എന്താ പറയുന്നത്, വേറെ ഒരു ഇപ്പം ക്രെറ്റ ആണെങ്കിൽ 5 സീറ്റർ, പിന്നെ നമുക്കുള്ള പ്രീമിയം കാറ്റഗറി വെഹിക്കിൾസ് ആണെങ്കിലും ടുസോണോ ആനിക്കോ എല്ലാം 5 സീറ്റർ വെഹിക്കിൾസ് ആണുള്ളത്. സോ ഒരു 7 സീറ്റർ SUV അല്ലെങ്കിൽ ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നുള്ള 2 കാറ്റഗറിയുടെയും മിഡിൽ നിൽക്കുന്ന ഒരു വെഹിക്കിളാണ് ഇത്. സോ ഒരു SUV ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് 360 ക്യാം, സറൗണ്ട് വ്യൂ മോണിറ്റർ, ഇപ്പം ഇത് ടോപ്പ് എൻഡ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പ്ലാറ്റിനം സിഗ്നേച്ചറിലെല്ലാം നമുക്ക് ഇൻഡിക്കേറ്റർ, നമുക്ക് ക്ലസ്റ്റേഴ്സ് ക്യാമറ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അന്നേരം ഒരു അത്യാവശ്യം ലെങ്തി ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ടു ഹാൻഡിൽ ആണ് വെഹിക്കിൾ എവിടെയാണെങ്കിലും. പിന്നെ പ്രീമിയം ആയിട്ട് ബോസിന്റെ ഓഡിയോ സിസ്റ്റം അതെ അതെ വന്നിട്ടുള്ളത്. 2053 തൊട്ട് 2660 വരെയാണ് നമുക്ക് പ്രൈസിങ് വരുന്നത്. ഓഫേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും? അതെ അതെ. ഇപ്പം കറന്റ് നല്ല രീതിക്കുള്ള ഓഫേഴ്സ് നടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഇയർ ബാക്ക് വെഹിക്കിൾസ് ലിമിറ്റഡ് സ്റ്റോക്ക് കിടപ്പുണ്ട്. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡൽ അതെ 23 ലാസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ 23 വന്നിട്ടുള്ള മോഡൽസ് കിടപ്പുണ്ട്. അതിന് അപ് ടു 1.5 lakhs വരെ നമുക്ക് ഡിസ്കൗണ്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ 24 മോഡൽസിനാണെങ്കിലും നമുക്ക്
മാക്സിമം അപ് ടു ഒരു 65K വരെ 65,000 വരെയുള്ള ഓഫേഴ്സ് കറൻ്റ്ലി അവൈലബിൾ ആണ്. ഓക്കെ. ഡിപ്പെൻസ് ഓൺ ദ മോഡൽ ആൻഡ് വേരിയൻറ്റ്. അതനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്. പ്ലസ് ഏതൊരു വണ്ടിയാണ് ഇപ്പോൾ കറൻ്റ്ലി കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ എക്സ്ചേഞ്ച് നമ്മളെടുത്ത് തന്നെ പോസിബിൾ ആണ്. പ്ലസ് നമുക്ക് 100% ഫിനാൻസും അവൈലബിൾ ആണ് കറൻ്റ്ലി ആൽക്കസാറിന്. നിങ്ങൾ തന്നെ? അതെ, നമ്മൾ ഒരുവിധം എല്ലാ ബാങ്ക്സുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. നാഷണലൈസ്ഡ് ആണെങ്കിലും പ്രൈവറ്റ് ഫിനാൻസ് കമ്പനീസ് ആണെങ്കിലും എല്ലാം. സോ കസ്റ്റമേഴ്സിന്റെ സിബിൽ അല്ലെങ്കിൽ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും ഒരു ഈസി ആയിട്ടുള്ള വേയിലൂടെ തന്നെ നമുക്ക് ലോൺ സാങ്ഷൻ ആക്കി കൊടുക്കാൻ പറ്റും. നല്ല ട്രാഫിക് ഉള്ള ക്യാമറ